എല്ലാവർക്കും നമസ്കാരം. ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ LP-UPയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം 2 വീഡിയോകൾ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഈ വർഷം നടന്ന UPSC പരീക്ഷയുടെ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജില്ല ആദ്യത്തെ കോളത്തിൽ ജില്ലയാണ്. രണ്ടാമത്തെ കോളത്തിൽ ഹോൾ ടിക്കറ്റ്, അതായത് അഡ്മിറ്റ് കാർഡ് അനുവദിച്ച ആൾക്കാരുടെ എണ്ണമാണ് ഈ വർഷം. മൂന്നാമത്തെ കോളത്തിൽ എക്സാം എഴുതിയത് എത്ര പേര്. നാലാമത്തെ കോളത്തിൽ 2019 മെയിൽ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി എന്ന കണക്കാണ്. അഞ്ചാമത്തെ കോളത്തിൽ, അതായത് ടോട്ടൽ അഡ്വൈസ്, ലാസ്റ്റ് വിവരം കിട്ടുന്നത് വരെ ഈ ഓരോ ജില്ലയിലും ടോട്ടൽ അഡ്വൈസ് എത്ര. ഇനി അടുത്ത കോളത്തിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. ഈ ഒരു കോളത്തിലാണ് നമ്മൾ എക്സ്പെക്റ്റ് കട്ട് ഓഫ്, അതായത് ഈ ഒരു വർഷം എത്രയായിരിക്കും കട്ട് ഓഫ് വരിക എന്ന ഒരു കോളം. അപ്പം ജില്ല, അഡ്മിറ്റ് കാർഡ് കിട്ടിയവർ, എക്സാം അറ്റൻഡ് ചെയ്തവർ, കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൽ ലിസ്റ്റിലുള്ളവർ, ടോട്ടൽ അഡ്വൈസ് ഇതുവരെ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയുടെയും സ്റ്റാറ്റസ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം. തിരുവനന്തപുരം ജില്ലയാണ് ഒന്നാമത്തെ ജില്ല. അവിടെ ഈ വർഷം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വന്ന രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. അവിടെ 15,216 പേർക്കാണ് ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് അനുവദിച്ചത്. എന്നാൽ അതിൽ 13,993 പേര് എക്സാം അറ്റൻഡ് ചെയ്തു. വ്യത്യാസം ഇത്രയും പേര് കുറഞ്ഞിട്ടുണ്ട്. അവിടെ 2019 മെയിൽ ലിസ്റ്റിൽ 385 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ, അതായത് ഈ വർഷം 6-ാം മാസം, അതായത് കഴിഞ്ഞ മാസം വരെ 323 അഡ്വൈസുകളാണ് അവിടെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമനമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 61 ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 385 എന്ന് പറയുന്ന ഇത്രത്തോളം നിയമനം, അതായത് ഇനിയൊരു 1.5 വർഷത്തോളമുണ്ട് ഏകദേശം. അപ്പോൾ ഇപ്പോൾ തന്നെ 323 പേരുടെ നിയമനം നടന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഈ ഒരു മെയിൽ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും നിയമനം നടത്തുകയും അതോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്ഹോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇവിടെ പരിഗണിക്കണം. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം ഈ 385 എന്ന് പറയുന്നത് ഒരു 450 പേരുടെ മെയിൽ ലിസ്റ്റിലേക്ക് കൂടാം. പക്ഷേ എങ്കിൽ കൂടി തിരുവനന്തപുരം ജില്ല എന്നറിയാം, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം, ഏത് എക്സാം നടന്നാലും. അപ്പോൾ മെയിൽ ലിസ്റ്റിൻ്റെ എണ്ണം കൂടാം, അല്ലെങ്കിൽ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടാമെങ്കിലും നിലവിലെ ഒരു ചോദ്യം അറിയാലോ. നിലവിലെ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ചോദ്യത്തിൻ്റെ പ്രത്യേകത സാധാരണ രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടഫ്നെസ് അതിന് വന്നില്ല. ഒരു ആവറേജ് ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഏറ്റവും മിനിമം 63 മുതൽ
ഏറ്റവും മാക്സിമം 69 വരെയെങ്കിലും പോകാനുള്ള എല്ലാ സാധ്യതയും തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്ത രണ്ടാമത്തെ ജില്ലയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തേക്കാട്ടിൽ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയിൽ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത ഒരു ജില്ലയാണ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ജില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം 63 നിന്ന് മാക്സിമം 69 പോകാനുള്ള ചാൻസ് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. എന്ന് പറയുമ്പോൾ ഈ തവണ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത തിരുവനന്തപുരത്ത് ഉണ്ട്. ഇനി കൊല്ലം ജില്ലയാണ്. 13,586 പേർക്കാണ് അഡ്മിറ്റ് കാർഡ്, അതായത് ഹോൾ ടിക്കറ്റ് കിട്ടിയത്. അതിൽ 12,650 പേരാണ് എക്സാം എഴുതിയത്. ഇവിടെ കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ 379 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ നിയമനം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. 7-ാം മാസം, അതായത് ഈ മാസം വരെ 127 അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ആണ് നടന്നിട്ടുള്ളത്. കട്ട് ഓഫ് 63.33 ആയിരുന്നു. ഇനി ഏകദേശം 1.5 വർഷം, കഷ്ടിച്ച് 1.5 വർഷം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കൊല്ലം ജില്ലയും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഈ ഒരു നിലവിലെ ഇത്രയും ഒരു ആവറേജ് ശരാശരി നിലവാരത്തിലുള്ള ചോദ്യത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത്തത്, കൊല്ലം ജില്ലയിലെ നിയമനം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു വർധനവൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട അടുത്ത ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ കട്ട് ഓഫ് ഏറ്റവും മിനിമം 64 നിന്ന് ഒരു 66 പരമാവധി, ഏറ്റവും മിനിമം 64 മുതൽ പരമാവധി 66 മാർക്ക് വരെ കൂടാനുള്ള സാഹചര്യം കൊല്ലം ജില്ലയിൽ നിലവിലുണ്ട്. ഇനി പത്തനംതിട്ടയാണ്. 3,447 പേര്, അത്രയും പേർക്ക് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് കിട്ടി. എക്സാം എഴുതിയത് 3,130 പേര്. മെയിൻ ലിസ്റ്റിൽ 142 പേരാണ്. അവസാനം വിവരം കിട്ടുമ്പോൾ, അതായത് 6-ാം മാസം, ഈ വർഷം 6-ാം മാസം വരെ 36 നിയമനം മാത്രമാണ് നടന്നിട്ടുള്ളത് പത്തനംതിട്ടയിൽ. എന്ന് വെച്ചാൽ നിയമനം ഇഴഞ്ഞു നീങ്ങുകയാണ്. അവിടെ പത്തനംതിട്ടയിൽ സ്കൂളുകളും അധികം ഇല്ല എന്നുകൂടി പരിഗണിക്കണം. ഇവിടെ ഈ മെയിൻ ലിസ്റ്റിൽ നിന്നൊരു വലിയൊരു വർധന കൂടി വന്നവരാ 150 പോകുമായിരിക്കും. അപ്പുറം ഒന്നും മെയിൻ ലിസ്റ്റിലെ വർധന വന്നു ഈ തവണ നമുക്ക് വർദ്ധിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കട്ട് ഓഫ് 55 ആയിരിക്കണം, 142 വരെ ഉൾപ്പെടുത്തിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ നിലവാരം വെച്ചു ഒരു 50, ഏറ്റവും മിനിമം 55 നിന്നും പരമാവധി 59 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ആലപ്പുഴ ജില്ലയാണ്. 7,141 പേർക്ക് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് കിട്ടി. 6,607 പേരാണ് അറ്റൻഡ് ചെയ്തത്. മെയിൻ ലിസ്റ്റിൽ 192 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഇതുവരെ അത്യാവശ്യം നല്ല നിയമനം, അതായത് ഈ വർഷം 6-ാം മാസം വരെ അത്യാവശ്യം നല്ല നിയമനമാണ് നടന്നിട്ടുള്ളൂ. 127 നിയമനം നടന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല നിയമനം. 192 മെയിൻ ലിസ്റ്റാണ്. അപ്പോൾ 127. അപ്പം 192 എന്ന് പറയുന്നത് 250 മെയിൻ ലിസ്റ്റ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കട്ട് ഓഫ് 54.67 ആയിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ എണ്ണം അത്യാവശ്യം ഒന്ന് കൂടിയിരുന്നു ആലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം 55 നിന്ന് പരമാവധി 58 കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത ആലപ്പുഴ ജില്ലയിൽ നിലവിലുണ്ട്. ഇനി കോട്ടയം ജില്ലയാണ്. എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടിയത് 5,982.
അതിൽ എക്സാം എഴുതിയത് 5380 പേരാണ്. മുഖ്യ പട്ടികയിൽ അതിൽ മെയിൻ ലിസ്റ്റിൽ 143 പേരെ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. കോട്ടയത്ത് അവസാനം വിവരം കിട്ടുന്ന സമയത്ത്, അതായത് 7ാം മാസം, ഈ വർഷം 7ാം മാസം 61 അപ്പോയിൻമെൻ്റ് ആണ് നടന്നിട്ടുള്ളത് ഇവിടെ, അല്ലെങ്കിൽ അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ 143ൻ്റെ ഒരു മെയിൻ ലിസ്റ്റ് വെച്ച് നോക്കുമ്പം ഇനിയൊരു ഏകദേശം ഒരു കഷ്ടിച്ച 1.5 വർഷമുണ്ട്. അപ്പോൾ ആ 143 എന്ന് പറയുന്നത് പരമാവധി ഒരു 180 മെയിൻ ലിസ്റ്റ് ഉയരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനപ്പുറം ഒന്നും പോകാൻ സാധ്യതയില്ല. കട്ട് ഓഫ് 55.67 ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 56 മുതൽ 61 വരെ, ഏറ്റവും മിനിമം 56, പരമാവധി 61 വരെ ഉയരാനുള്ള സാധ്യത അവിടെ കട്ട് ഓഫിലുണ്ട്. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഹോൾ ടിക്കറ്റ് അനുവദിച്ചത് 3512 പേർക്ക്. എക്സാം എഴുതിയത് 3772 പേരാണ്. മുഖ്യ പട്ടികയിൽ 286 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വലിയ ലിസ്റ്റായിരുന്നു. പക്ഷേ നിയമനം നോക്കിയേ, 7ാം മാസം വരെ 56 നിയമനം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യ പട്ടികയുടെ കാര്യത്തിൽ ഒരു വർധനവൊന്നും പ്രതീക്ഷിക്കേണ്ട. അവിടെ കഴിഞ്ഞ തവണ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.67 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ്, ഇപ്പോഴത്തെ കട്ട് ഓഫ് ഈ ഒരു ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ 52 to 57 വരെ, മിനിമം 52, പരമാവധി 57 വരെ ഉയരാനുള്ള സാധ്യത ഇടുക്കി ജില്ലയിൽ ഉണ്ട്. ഇനി അടുത്തത് എറണാകുളം ജില്ലയാണ്. അഡ്മിറ്റ് കാർഡ് കിട്ടിയത് 9379 എക്സാം അറ്റൻഡ് ചെയ്തത് 8400. കഴിഞ്ഞ മെയിൽ ലിസ്റ്റിൽ 292 പേരാണ് ഉൾപ്പെടുത്തിയത്. ലാസ്റ്റ് വിവരം കിട്ടുന്ന സമയത്ത് 4ാം മാസം 139 നിയമനം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിയമനമാണ്. കട്ട് ഓഫ് 61.33 ആയിരുന്നു ലാസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ 292 എന്ന് പറയുന്നത് ഒരു 300 ഉയരാനുള്ള സാധ്യത, 300 അല്ലെങ്കിൽ ഒരു 320 ഉയരാനുള്ള മെയിൻ ലിസ്റ്റിൻ്റെ സാധ്യതയുണ്ട്. ഇനി ഏകദേശം 1.5 വർഷം ഉണ്ട് യു പിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു കട്ട് ഓഫ്, ഈ ഒരു ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ 62, ഏറ്റവും മിനിമം 62 നിന്ന് പരമാവധി 66 ഉയരാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇനി തൃശ്ശൂർ ജില്ലയാണ്. 10949 പേരാണ്, അത്രയും പേർക്കാണ് ഹോൾ ടിക്കറ്റ് കിട്ടിയത്. എക്സാം എഴുതിയത് 10099 പേര്. കഴിഞ്ഞ തവണ എറണാകുളത്തെ പോലെ തന്നെ 292 പേരുടെ മെയിൽ ലിസ്റ്റായിരുന്നു. ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ, അതായത് 6ാം മാസം 2024 6ാം മാസം വരെ 194 പേരുടെ നിയമനം. അത്യാവശ്യം നല്ല നിയമനമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ്, ഈ ഒരു മെയിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു 300-350 ഉയരാനൊക്കെ സാധ്യതയുണ്ട്. കട്ട് ഓഫ് 61.33 ആയിരുന്നു അവിടെയും. ഇത് മിനിമം 62 നിന്ന് പരമാവധി 65 ഉയരാനുള്ള സാധ്യത കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ തൃശ്ശൂരിലുണ്ട്. ഇനി പാലക്കാടാണ്. ഹോൾ ടിക്കറ്റ് കിട്ടിയത് 12171 പേർക്ക്. എക്സാം അറ്റൻഡ് ചെയ്തത് 11205 പേര്. 2019 മുഖ്യ പട്ടികയിൽ, അതായത് ലാസ്റ്റ് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിൽ 430 വരെ ഉൾപ്പെടുത്തി. 6ാം മാസം, ഈ വർഷം 6ാം മാസം വരെ 195 നിയമനം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിയമനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 430 വരെ ഒരു 450 അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കട്ട് ഓഫ് 60.33 ആയിരുന്നു. ഇത് മിനിമം 61 നിന്നും പരമാവധി 65 ഉയരാനുള്ള സാധ്യത പാലക്കാട് ജില്ലയിലുണ്ട്. ഓക്കെ. ഇനി മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത ജില്ല, ഏറ്റവും കൂടുതൽ നിയമനം എൽ പിക്കും യു പിക്കും ഒക്കെ നേരത്തെ നടന്ന ജില്ലയാണ്.
ഹോൾ ടിക്കറ്റ് കിട്ടിയത് 24,324 പേർക്ക്. എക്സാം എഴുതിയത് 22,549 പേരാണ് എക്സാം എഴുതിയത്. ലാസ്റ്റ് മെയിൽ ലിസ്റ്റിൽ 970 പേരാണ്. പക്ഷേ നിയമനം മെയിൽ ലിസ്റ്റിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്. എങ്കിലും കുഴപ്പമില്ലാത്ത ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയേക്കുന്ന ഒരു ജില്ലകളിലൊന്നാണ്. 372 6-ാം മാസം വരെ ഈ വർഷം. കട്ട് ഓഫ് 62 ആയിരുന്നു. ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തതും ഏറ്റവും കൂടുതൽ എക്സാം എഴുതിയതും മലപ്പുറം ജില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ 63 മുതൽ 70 വരെ കൂടാനുള്ള സാധ്യത മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. 70-ന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പരമാവധി 70 വരെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇതിന് മുന്നേ ഉള്ള വർഷത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഈ 372 ഈ ഒരു ഇപ്പോഴത്തെ നിലവാരത്തിൽ. പക്ഷേ എങ്കിലും കഷ്ടിച്ച് 1.5 വർഷമുണ്ട്. അപ്പോൾ നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുഴുവൻ ലിസ്റ്റിലൊന്നും പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതുപോലെ തന്നെ അടുത്ത തവണ ഈ 970-ൽ നിന്ന് വലിയൊരു വർധനവൊന്നും പ്രതീക്ഷിക്കേണ്ട. കൂടി വന്ന 1000 അതിനപ്പുറം ഒന്നും പോകാൻ സാധ്യതയില്ല മലപ്പുറം മെയിൽ ലിസ്റ്റ്. ഇനി കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയ 3-ാം സ്ഥാനത്തുള്ള ജില്ലയാണ്. കാരണം കഴിഞ്ഞ തവണ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല നിയമനമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഹോൾ ടിക്കറ്റ് കിട്ടിയത് 18,095 പേർക്കാണ്. എക്സാം എഴുതിയത് 16,827 പേരാണ്. മുഖ്യ പട്ടിക 301. ഇവിടെ ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ 302, അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിനടക്കം 302 നിയമനം. അത്യാവശ്യം നല്ല നിയമനമാണ്. നല്ല നിയമന നിലയാണ് കോഴിക്കോടിൻ്റെ കാര്യത്തിൽ. 6-ാം മാസം വരെയാണ്. സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 400-ലേക്ക് ഉയരാനുള്ള സാധ്യത കോഴിക്കോടിലുണ്ട്. 66 കട്ട് ഓഫ്. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 67 മുതൽ പരമാവധി 70 വരെ ഉയരാനുള്ള സാധ്യത ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലുണ്ട്. അപ്പം ഏറ്റവും നല്ല നിയമന നിലയാണ്. അതുകൊണ്ടാണ് ഒരു 400 പേരുടെ മെയിൽ ലിസ്റ്റിലേക്ക് അടുത്ത തവണ വരാനുള്ള സാധ്യതയുള്ളത്. എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ലിസ്റ്റ് എക്സ്പോസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനി ഏകദേശം 1.5 വർഷത്തോളം ഉണ്ട്. ഇപ്പം തന്നെ ഇത്രയും നിയമനം നടന്നു കഴിഞ്ഞു. ഒരു ഇവിടെ ഞാൻ 400 450 50 കൂടെ കൂട്ടിയാണ് 450 പേരുടെ ഒക്കെ പോകാനുള്ള അടുത്ത തവണ മെയിൽ ലിസ്റ്റ് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വർക്ക് ചെയ്യണം അവിടെ എക്സാം എഴുതിയവർ. ഇവിടെ വയനാട് ഹോൾ ടിക്കറ്റ് കിട്ടിയത് 4,446 പേർക്ക്. എക്സാം ചെയ്തത് 4,111 പേര്. മെയിൽ ലിസ്റ്റിൽ കഴിഞ്ഞ തവണ 298 നിയമനം ഇഴഞ്ഞാണ്. 6-ാം മാസം വരെ 63 പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൽ ലിസ്റ്റിലൊന്നും വലിയ വർധനമൊന്നും വയനാട്ടിൽ പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33 ഇത് ഏറ്റവും മിനിമം 56 മുതൽ പരമാവധി 62-ലേക്ക് ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. 11,326 പേർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. 10,348 പേര് എക്സാം എഴുതി. 2019 മെയിൽ ലിസ്റ്റിൽ 294 പേരെ ഉൾപ്പെടുത്തി. ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ അതായത് 6-ാം മാസം വരെ 155 നിയമനം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിയമനമാണ് നടന്നിട്ടുള്ളത്. അവിടുത്തെ കട്ട് ഓഫ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ കട്ട് ഓഫ് കണ്ണൂരായിരുന്നു. 65. ഇത് ഈ ഒരു മെയിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് 350 വരാനുള്ള ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കട്ട് ഓഫ് 65 നിന്ന് ഏറ്റവും മിനിമം 65 മുതൽ പരമാവധി 68-ലേക്ക് കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ ഈ 68
ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നാൻ അതിൻ്റെ മെയിൻ കാരണം ഈ തവണ ആപ്ലിക്കേഷൻ വന്നതിൽ ഏറ്റവും കുറവ് രണ്ടാമത്തെ ജില്ലയായിരുന്നു കണ്ണൂർ. ആ കണ്ണൂർ ജില്ലയിൽ 155 നിയമനം ഇതുവരെ ഉണ്ട്. അതുകൊണ്ടാണ് 65 to 68 ഞാൻ പറഞ്ഞത്. ആപ്ലിക്കേഷൻ ഇച്ചിരി കുറവായിരുന്നു, എക്സാം ചെയ്തവരുടെ കാര്യത്തിലും ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടാണ് 68-ന് അപ്പുറം പോയില്ല എന്നൊരു കാര്യം ഞാൻ സാധ്യത പറഞ്ഞത്. കാസർഗോഡ് ഞാൻ ഇന്ന് ഈ എക്സാം എഴുതിയവരുടെ എണ്ണം പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാസർഗോഡിന് വേണ്ടി മാത്രമായിട്ട്. ഇത്തവണ UPSCക്ക് അപ്ലൈ ചെയ്തവരിൽ ലോട്ടറി അടിക്കാൻ പോകുന്നത് കാസർഗോഡിനാണെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എക്സാം എഴുതിയവരുടെ എണ്ണം പുറത്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം 100% ശരിയാണ് തെളിയിക്കുന്ന കണക്കുകളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 5865 പേർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി, 5371 പേര് എക്സാം എഴുതി, മുഖ്യ പട്ടികയിൽ 394. വളരെ നല്ല ഒരു നിയമനം, അതായത് ഈ വർഷം 6-ാം മാസം വരെ 330 നിയമനം നടന്നിട്ടുള്ളത്. കട്ട് ഓഫ് 61.67 കട്ട് ഓഫ്. ഈ ഒരു കട്ട് ഓഫ് 61-ൽ നിന്നും ഏറ്റവും മിനിമം 61, പരമാവധി 65. ഞാനിവിടെ 61 എന്ന് പറയാൻ കാരണം ഈ ഒരു 394 എന്ന് പറയുന്നത് 400 മുതൽ 450 വരെ മെയിൻ ലിസ്റ്റ് അടുത്ത തവണ ഉൾപ്പെടുത്താനുള്ള സാധ്യത, എല്ലാ സാധ്യതയുമുണ്ട്. കാരണം 394 പേരുടെ മുഖ്യ പട്ടികയിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഇനി 1.5 വർഷമുണ്ട്. അപ്പോൾ തന്നെ 330 പേരാണ് നിയമനം നടന്നിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റ് കാലാവധിക്ക് മുന്നേ തീരും, അതായത് എക്സ്പോസ്റ്റ് ആണുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 ജില്ലകളിൽ കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ വലിയ വർധനവില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, അത് കാസർഗോഡാണ്. കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നിയമനം കഴിഞ്ഞ തവണ ഏകദേശം ഫുൾ എടുത്തു. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ലകളിൽ ഏറ്റവും കുറച്ച് പേര് പരീക്ഷ എഴുതി ഒരേ ഒരു ജില്ലയേ ഉള്ളത് കാസർഗോഡാണ്. അതുകൊണ്ട് തന്നെ 400 നിന്ന് 450 മെയിൻ ലിസ്റ്റ് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ലിസ്റ്റ് എക്സ്പോസ്റ്റ് ആണുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 ജില്ലകളിൽ ഏറ്റവും കുറവ് വർധനവ് വരാൻ പോകുന്ന ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, കാസർഗോഡാണ്. ആ കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതിയവർ മിടുക്കന്മാരാണ്, അവർക്ക് ലോട്ടറി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ PSC തന്നെ ചെയ്തോളും പറഞ്ഞിരിക്കരുത്, പരമാവധി വർക്ക് ചെയ്യുക. അതാണ് കാസർഗോഡ് ജില്ലയുടെ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ഈ 14 ജില്ലകളിൽ ലോട്ടറി അടിക്കാൻ പോകുന്ന ഒരു ജില്ലയാണ്. എക്സാം എഴുതിയ ആൾക്കാരുടെ എണ്ണം വെച്ച് പോലും നമുക്കത് വ്യക്തമായി പറയാൻ കഴിയും. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നിയമനം നടന്നതിൽ ഏറ്റവും കുറച്ച് പേര് എക്സാം എഴുതിയ ജില്ലയാണ് കാസർഗോഡ്. അതിനെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്തവർ മിടുക്കന്മാരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കട്ട് ഓഫ് പറഞ്ഞല്ലോ, കട്ട് ഓഫ് പറയാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ കട്ട് ഓഫിലേക്ക് എത്താൻ നമ്മൾ പരിഗണിക്കണം. എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ UPSC പരീക്ഷയ്ക്ക് സംഭവിച്ചത്? നമുക്കറിയാം, ചരിത്രത്തിലാദ്യമായിട്ട് LP-UP പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രത്തോളം നേരത്തെ കോച്ചിങ് ആരംഭിച്ച, അതിൽ പഠനം ആരംഭിച്ച ആദ്യത്തെ തവണയാണ്. ഏകദേശം ഒരു വർഷം മുതൽ 2 വർഷം വരെയായിട്ട് പല കോച്ചിങ് സെൻ്ററിലുമായിട്ട് UPSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ. മിക്ക PSC കോച്ചിങ് സെൻ്ററുകളും, അതായത് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് സെൻ്ററുകളും എക്സാം വളരെ ടഫാവും. അതായത് കഴിഞ്ഞ വർഷം തന്നെ കട്ട് ഓഫ് വളരെ കൂടി, നിയമനം ഒരു 4 ജില്ലയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നിയമനം ഇഴഞ്ഞു നീങ്ങുകയാണ്. അപ്പോൾ ഒരു ഏറ്റവും മിനിമം ഒരു 70 മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ ജോലി ഉറപ്പാക്കാൻ പറ്റൂ എന്നൊരു കാര്യം അവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഇതുകൊണ്ട് തന്നെ, അതായത് കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ
നിയമനം കുറവായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വളരെ നിലവാരം, അതായത് ഒരു 60 മുതൽ 80 വരെയെങ്കിലും 60 മുതൽ 80 വരെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ, 60 മുതൽ 80 വരെയെങ്കിലും ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും. എക്സാം വളരെ ടഫാകും. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ, വളരെ ഡീപ്പായിട്ട് പഠിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസിലുള്ള ഈ ചോദ്യത്തിന് തയ്യാറാകാൻ വേണ്ടി വളരെ ആഴത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒരു 60 മുതൽ 80 വരെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ എഴുതണം എന്ന തരത്തിലുള്ള ഒരു കോച്ചിങ്ങാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ 1 വർഷം മുതൽ 2 വർഷമായിട്ട് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നവർ ഭൂരിപക്ഷം പേരും സ്റ്റേറ്റ്മെൻറ്റ്, ആഴത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ചോദ്യത്തെ നേരിടാനാണ് പരിശീലിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി ഈ രീതിയിൽ ഇത്രയും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ടഫാകും എന്ന് കരുതി സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ചോദ്യങ്ങളെ നേരിടാൻ പരിശീലിച്ച ഉദ്യോഗാർത്ഥികൾ എക്സാം ഹാളിലേക്ക് വന്ന് എക്സാമിൻ്റെ ചോദ്യം കയ്യിൽ കിട്ടിയ സമയത്ത് ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരം ഒരു സൈഡിൽ, എന്നാൽ അതിൽ നിന്ന് വളരെ വളരെ ദൂരത്തിൽ, അതായത് വളരെ വളരെ താഴേക്ക് നിലവാരം വന്നു. ഒരു ശരാശരി എന്നോ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു ചോദ്യമായിരുന്നു. കാരണം ആകെ അതിനകത്ത് ടഫെന്ന് പറയാൻ കഴിയുന്നത് മലയാളവും ഇംഗ്ലീഷുമായിരുന്നു. അതിൽ ഇംഗ്ലീഷിലൊരു 7 മാർക്ക്, അതിൽ 6-7 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. മലയാളത്തിലൊരു 6 മാർക്ക്, പരമാവധി വർക്ക് ചെയ്തവർക്ക് 6 മാർക്കും, ഇംഗ്ലീഷിൽ പരമാവധി വർക്ക് ചെയ്തവർക്ക് 6-7 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും. ബാക്കിയെല്ലാം തന്നെ, പ്രത്യേകിച്ചും കണക്കൊക്കെ വളരെ സിമ്പിൾ, അതായത് ഇക്വേഷൻ പഠിച്ചവർക്ക് വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു 13-14 മാർക്കൊക്കെ കിട്ടും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് മിനിമം ഒരു 12 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു മാത്സിൻ്റെ കാര്യം. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ കാര്യത്തിലും വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു കൂടുതലും. അപ്പം ആ കെമിസ്ട്രി വിഷയത്തിൽ ഒരു 6 മുതൽ ഒരു 7 വരെ മാർക്കൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഫിസിക്സിൻ്റെ കാര്യത്തിലും 6 മുതൽ 7 വരെ സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. ബയോളജിയുടെ കാര്യത്തിലാണ് കുറച്ച് നിലവാരം വന്നത്. അതിലും ഒരു 5-6 മാർക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് വളരെ സിമ്പിൾ കറണ്ട് അഫയേഴ്സ്, വലിയ പാടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ഒരു ISROയുടെ ഒരു ചോദ്യം മാത്രമാണ് അതിനകത്ത് പാടായിട്ട് വന്നത്. ബാക്കിയൊക്കെ കറണ്ട് അഫയേഴ്സ് സിമ്പിളായിരുന്നു. അപ്പം ഈ ഒരു നിലവാരമുള്ള ചോദ്യം കയ്യിൽ കിട്ടിയ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയൊരു ഞെട്ടലും കൺഫ്യൂഷനും ഉണ്ടായി. എന്ന് മാത്രമല്ല 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ വളരെ ആഴത്തിൽ പഠിച്ചു വന്നൊരു വളരെ സിമ്പിളായ കാര്യമൊന്നും വലിയ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവരെല്ലാം ആഴത്തിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്ത് പറ്റി? ഇവർ ആഴത്തിൽ പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ ചോദ്യം വന്നപ്പോൾ അറിയാവുന്നതും ഉറപ്പായിട്ടും ശരിയായതുമായ ഒരു 6 മുതൽ 7 അല്ലെങ്കിൽ 8 വരെയുള്ള ചോദ്യങ്ങൾ അവരെന്ത് ചെയ്തു? അറിയാം, പക്ഷേ ഇവരത് അധികം ശ്രദ്ധിക്കാതെ വന്നൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് എഴുതാതെ വിട്ടത് 6-8 ചോദ്യങ്ങൾ. അത് ഭൂരിപക്ഷം പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അറിയാവുന്ന ചോദ്യങ്ങൾ ഒരു 6-8 ചോദ്യങ്ങൾ വിട്ടു. കാരണം മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷൻ. 2, ആഴത്തിൽ പഠിച്ചു വന്നിട്ട് സിമ്പിൾ ചോദ്യം വന്നപ്പോൾ ഉള്ള നമ്മൾ ആ സിമ്പിളായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. 2 പറയുന്നത്, ചോദ്യം സിമ്പിളായപ്പോൾ കട്ട് ഓഫ് ഉയരുമെന്ന ഒരു ഭയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടായി. സ്വാഭാവികമായിട്ടും എന്തു പറ്റി? അവിടെ അവർ പരമാവധി അറ്റൻഡ് ചെയ്യുകയും
ഒരു 65-70 മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ അതേ സമയം തന്നെ ഒരു 15-20 നെഗറ്റീവും കൂടെ ഒരുമിച്ച് സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് പിന്നെയും കുറഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ചോദ്യങ്ങളും അറഞ്ചം പുറഞ്ചം കറുപ്പിക്കാൻ ഇത്രയും പ്രഷറുള്ള സാഹചര്യത്തിലും അറിയാവുന്നത് മാത്രം എഴുതിയ പരമാവധി നെഗറ്റീവ് ഒഴിവാക്കി ഒരു 63-70 മാർക്ക് വാങ്ങിച്ച ആൾക്കാർ, അവരാണ് മിടുക്കന്മാർ. അവർ തീർച്ചയായിട്ടും ആദ്യത്തെ റാങ്കുകളിലുണ്ടാവും. ആദ്യത്തെ റാങ്കുകളെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ റാങ്കുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാനിവിടെ 63-75 കൂടെ 63-70 കൂടെ കൂട്ടിയാണ്. 75 മാർക്കൊക്കെ പരമാവധി അറിയാവുന്നത് മാത്രം ചെയ്ത നെഗറ്റീവ് പരമാവധി ഒഴിവാക്കിയവരാണ് മിടുക്കന്മാർ. അവരാദ്യത്തെ റാങ്കുകളിലുണ്ടാവും. ഇനി മൂന്നാമത് സംഭവിച്ചത് എന്താണ്? മൂന്നാമത് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാം തന്നെ കഴിഞ്ഞ 2 വർഷമായി സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ പരിശീലനം നടത്തി വന്നവരാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസിനും ഒബ്ജക്റ്റീവ് ടൈപ്പിനും 2 രീതിയിൽ എക്സാം എഴുതുക. ഒബ്ജക്റ്റീവ് ടൈപ്സിന് അവിടെ ഓർമ്മയ്ക്കാണ് പ്രാധാന്യം. ഓർത്തെടുക്കുക, ഓർമ്മ. അവിടെ അവർ വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർമ്മ, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പഠിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വേണ്ടത്. അതിനാണ് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് എക്സാം എഴുതുന്നതിൽ പ്രാധാന്യം. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസിലേക്ക് വരുമ്പോൾ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ വിശകലന ശേഷി, അനലൈസിങ് കപ്പാസിറ്റി അവിടെ ആവശ്യമായിരുന്നു. അപ്പം വളരെ ഡീപ്പായിട്ട് വളരെ കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിശകലന ശേഷിയോടുകൂടി പഠിച്ച് വന്നവർക്ക് പെട്ടെന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് എഴുതാൻ സ്വാഭാവികമായി ബുദ്ധിമുട്ട് വരും. കാരണം രണ്ടും 2 സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ബേസിന് വേണ്ടി ആഴത്തിൽ വിശകലന ശേഷിയോടുകൂടി പഠിച്ച് വന്നവർക്ക് വളരെ പെട്ടെന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് മാറാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് എന്നാൽ അവർ ഒരേ സമയം സ്റ്റേറ്റ്മെൻറ്റ് ബേസിനെയും ഒബ്ജക്റ്റ് ടൈപ്പിനും ഒരുപോലെ അവർ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടുമായിരുന്നു. അല്ലാതെ ഒരു 60-80 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ വരുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷം 2 വർഷമായിട്ട് പരിശീലിച്ചവരെ സംബന്ധിച്ച് അവർക്കൊരിക്കലും പെട്ടെന്ന് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് ചോദ്യങ്ങൾ എഴുതാനുള്ളൊരു എന്താ പറയുക, ഒരു മെൻ്റൽ കപ്പാസിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താനുള്ളൊരു പാട് അവിടെ വന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 1-2 വർഷമായിട്ടിരുന്ന് സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ കുത്തിയിരുന്ന് പഠിച്ചവർക്ക് പരമാവധി അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പരമാവധി പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയും ഒരേ സമയം ഒരുപാട് മാർക്ക് കിട്ടുകയും മറ്റേ സൈഡിൽ ഒരുപാട് നെഗറ്റീവ് വരികയും ചെയ്തു. 2 അറിയാവുന്ന ചോദ്യങ്ങൾ 6-8 എണ്ണം വിടുകയും ചെയ്തു. മൊത്തത്തിൽ വരുമ്പോൾ 1-2 വർഷമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ പരിശീലിച്ച അവർക്ക് അവരുടെ യഥാർത്ഥ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പെർഫോം കഴിയാതെ വരികയും പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റും SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് സാധാരണ ഒരു PSCക്ക് തയ്യാറാകുന്നത് പോലെ പഠിച്ച താരതമ്യേന ഒരുപാട് സമയമൊന്നും പഠിക്കാത്ത, പ്രത്യേകിച്ചും ഇപ്പോൾ പഠിച്ചിറങ്ങിയ പുതിയ അല്ലെങ്കിൽ വളരെ PSC എക്സാമിന് ഈ അടുത്തിടയിലേക്ക് ഇറങ്ങിത്തിരിച്ച താരതമ്യേന വലിയൊരു വർക്ക് നടത്താത്ത ശരാശരി ആൾക്കാർക്ക്
ഈ 2 വർഷമായി പ്രിപ്പയർ ചെയ്ത ആൾക്കാരെയും കേട്ടി നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. കാരണം അവർ സാധാരണ ഈ ഒരു PSC ഒരു എക്സാമിന് എങ്ങനെയാണോ തയ്യാറാകുന്നത് ആ രീതിയിൽ റാങ്ക് ഫലമൊക്കെ വാങ്ങിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പരിശീലിച്ച് അവർക്ക് എന്ത് പറ്റി ഈ 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്തതിനും കേട്ട് നന്നായിട്ട് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ശരാശരിക്കാർക്ക് അത്യാവശ്യം എന്താണ് ഒരു 60-68 മാർക്ക് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് UP എക്സാമിന് സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്താണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വർധനവുണ്ട്, എന്നാൽ വലിയൊരു വർധനവില്ല, ഭയങ്കര വർധന വരാനും പാടില്ല. കാരണം എന്താ, ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്തവർക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, കട്ട് ഓഫ് വർദ്ധിക്കും എന്നാൽ ഭയങ്കര വലിയൊരു മാറ്റം, ഞാൻ ഈ പറയുന്ന അപ്പുറമൊന്നും വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും പ്രഷർ ഉണ്ടായിട്ടും അറിയാവുന്ന ചോദ്യം മാത്രം എഴുതിയ ആൾക്കാർ, നെഗറ്റീവ് പരമാവധി ഒഴിവാക്കിയ ആൾക്കാർ മിടുക്കന്മാരാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് അവർ എല്ലാ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ റാങ്കുകളിലുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ UPSCക്കാർ കൂടുതലും പേർക്കും നിരാശ ഉണ്ടാവാനുള്ള വിഷമമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും വിചാരിക്കുക ഞാനൊന്ന് കട്ട് ഓഫ് കുറയ്ക്കാൻ. പക്ഷേ നമുക്ക് എനിക്ക് കട്ട് ഓഫ് കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് കുറച്ച് പറയാൻ കഴിയില്ല. ഇതാണ് UPSCയുടെ കാര്യത്തിൽ സംഭവിച്ചത്. താങ്ക് യു.